ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഖിലും ചന്ദ്രികയും കൂടി ഗൗതമിന്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലുള്ള എല്ലാവരോടും ഒന്ന് മാപ്പ് പറഞ്ഞേക്കാം എന്ന് കരുതിയിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ നിധി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരെ കാണുകയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി നിഖിലിനെയും ചന്ദ്രികയും അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് ഗൗതമും ഗോപിനാഥും യാമിനിയും പാറും ഒക്കെ വരികയാണ്. അങ്ങനെ ഇവരുടെ സൗണ്ട് കേട്ട് വസുന്ധരയും അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ സൽക്കരിച്ചിരുത്തുകയാണ്. നിഖിൽ, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്താണ് വസുന്ധര അവിടേക്ക് വരുന്നത്. അപ്പോൾ നിഖിലും ചന്ദ്രികയും പറയുകയാണ്, ഞങ്ങൾ ഇവിടേക്ക് വന്നത് രാവിലെ തന്നെ ഇവിടേക്ക് വന്നത് ഈ വീട്ടിലുള്ള എല്ലാവരെയും കണ്ട് നിഖിൽ ഇന്നലെ ഇവിടെ കാണിച്ചതിനെല്ലാം മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാം. അപ്പോൾ പാറു പറയണേ, എന്തിനാ മോനെ നീ മാപ്പ് പറയുന്നത്? നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമായിട്ടുണ്ട്. നിന്നെ ആരോ ചതിച്ചതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ നിഖിൽ പറയാണ്, ഞാൻ ഇന്നലെ എനിക്കൊരു ഫോൺ വന്ന കാരണം പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചി വന്ന് എനിക്കൊരു ജ്യൂസ് തന്നത്. അത് കുടിച്ചത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ തലക്കൊരു കനമായിരുന്നു. പിന്നെ ഞാൻ എന്താണ് കാണിച്ചത് എന്നൊന്നും എനിക്ക് തന്നെ അറിയില്ല. എന്നെ ആരോ ചതിച്ചതാണ്. എൻ്റെ ആ ജ്യൂസിൽ ആരോ എന്തോ ചേർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വസുന്ധര പെട്ടെന്നങ്ങ് പരിഭ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ വസുന്ധര പറയാണ്, ഇതൊക്കെ നിന്റെ അടവാണ്. നീ ഇവിടെ ചെയ്ത് കൂട്ടിയതിനെല്ലാം നിന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ ഇവിടെ നല്ല ആഘോഷത്തോട് കൂടിയിട്ടായിരുന്നു ഇന്നലെ പ്രണവിൻ്റെ ബർത്ത്ഡേ ആഘോഷം തീരുമാനിച്ചത്. അതെല്ലാം അലങ്കോലമാക്കിയത് നീ തന്നെയാണ്. നിന്നെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നിഖിലിനെ മോശമായി സംസാരിക്കുകയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുപറ്റി എന്ന് കരുതിയിട്ടല്ലേ അവൻ ഇവിടെ വന്ന് ക്ഷമ പറയുന്നത് പോലും. അവന് ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അവനെ ആരോ ചതിച്ചതാണെന്ന് അവൻ പറഞ്ഞത് സത്യം തന്നെയാണ്. എന്തോ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് വീണ്ടും ഗൗതമും പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതമിനോട് വസുന്ധര പറയുകയാണ്, നീ അധികമൊന്നും സംസാരിക്കുന്ന. നിന്റെ പെണ്ണും പിള്ള എന്താണോ പറയുന്നത് അത് കേട്ട് തുള്ളാനാണ് നിന്നെ കൊണ്ട് ഇപ്പോൾ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മ എന്നെ അങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത്? ഞാൻ ആരുടെ വാക്ക് കേട്ടും ഒന്നിനും പുറകെ പോകില്ല എന്നുള്ളത് അമ്മയ്ക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാ അമ്മ അങ്ങനെ ഒരു സംസാരം ഇവിടെ പറയുന്നത്? ഗൗതം പറയുകയാണ്, നിങ്ങളെല്ലാവരും ഇപ്പോൾ അകത്തേക്ക് വരൂ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രികയും നിഖിലിനെയൊക്കെ വിളിക്കുകയാണ്. ആ സമയത്ത് വസുന്ധര പറയും, വേണ്ട, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയ ആളുകളല്ല, നല്ലവർക്കാണ് ഭക്ഷണമൊക്കെ കൊടുക്കുക. ഇവരെ ഒന്നും ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും മോശമായി പറയുന്ന സമയത്ത് നിധിക്കങ്ങ് ദേഷ്യം വരികയാണ്. എന്താണ് മേഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവർ എന്ത് തെറ്റു ചെയ്തു എന്നാണ് പറയുന്നത്? ഇന്നലെ ഇവിടെ ഉണ്ടായതിൻ്റെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് മേഡം വെറുതെ നിഖിലിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് വീണ്ടും വസുന്ധരയോട് ചോദിക്കുകയാണ്. അപ്പോൾ വസുന്ധര വീണ്ടും ദേഷ്യത്തോടെ പറയുകയാണ്, ഇവരിവിടെ നിന്നാൽ എനിക്ക് ദേഷ്യം കൂടുകയുള്ളൂ. അതുകൊണ്ട് ഇവരോട് മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ വേണ്ടി പറ ഏട്ടത്തി. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവും എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ചന്ദ്രിക പറയാണ്, അത് വേണ്ട, ഞങ്ങൾ കാരണം ഒരിക്കലും മേഡം ഈ വീട് വിട്ടു പോവരുത്. ഞങ്ങളിതാ ഇപ്പോൾ തന്നെ ഈ വീട് വിട്ട് ഇറങ്ങിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ വസുന്ധര പറയണേ, നിങ്ങളുടെ ഔദാര്യത്തിലൊന്നും എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ വീട് വിട്ടു പോകുമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഇവിടെ നിന്നും പോകുന്നത് വരെ ഞാൻ എൻ്റെ റൂമിൽ പോയി ഇരിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങളെ പേടിച്ച് ഞാൻ എന്തിന് എൻ്റെ വീട്ടിൽ നിന്നും പോകണം എന്ന് പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പാറുവും ഗോപിനാഥും ഒക്കെ ഇങ്ങനെ ഗൗതമൊക്കെ ഇങ്ങനെ അവരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കുകയാണ്. അമ്മ പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ വരൂ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറയണം. അപ്പോൾ വീണ്ടും വസുന്ധര അപ്സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് പറയുകയാണ്, വേണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത്? ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയവരല്ല എന്ന് പറയണം. ഇവർ ഇന്നലെ ഇവിടെ കാണിച്ചു കൂട്ടിയതിനെല്ലാം അപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിച്ച് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതാണ്. അത് ഞാൻ ചെയ്തില്ല. നിങ്ങളിപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പറയണം. അപ്പോൾ ഗൗതമിന് അങ്ങ് ദേഷ്യം വരിക കേട്ടോ. അപ്പോൾ ഗൗതം പറയും, എന്താ അമ്മ ഈ പറയുന്നത്? ഇവരെന്താ കൊലപ്പുള്ളിയാണോ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ? ഇവർ അതിനു മാത്രം എന്ത് തെറ്റ് ചെയ്തു എന്ന അമ്മ പറയുന്നത്? ഗൗതം, നീ വെറുതെ ഇരുന്നോ? നീ വെറുതെ സംസാരിച്ച് എൻ്റെ വായ അടപ്പിക്കാനൊന്നും നീ നോക്കണ്ട. മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിപ്പോവണം എന്ന് പറഞ്ഞ് വസുന്ധര വീണ്ടും അങ്ങ് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ നിധിക്കൊക്കെ ഒന്നും പറയാനാവാതെ നിധിക്ക് വല്ലാതെ വിഷമം വരികയാണ്. അപ്പോൾ നിധി വസുന്ധരയോട് പറയുന്നുണ്ട്, എന്താ മേഡം ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഈ വീട്ടിലെ മരുമകളാണ്. എൻ്റെ അമ്മയും അനിയനുമാണ് ഈ വീട്ടിൽ
വീട്ടിലേക്ക് വന്നിട്ടുള്ളത്? എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വസുന്ധര അതിനൊന്നും ഉത്തരം കൊടുക്കാതെ നിധിയുടെ നേരെ അങ്ങ് തുറിച്ചു നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു പകയോട് കൂടി മനസ്സിലിങ്ങനെ ഉദ്ദേശിക്കുകയാണ്, നീ എന്താടി എന്നെക്കുറിച്ച് കരുതിയത്? നിന്നെ എത്രത്തോളം അധികം മനസ്സിൽ വിഷമിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കും. നിന്റെ വീട്ടിലുള്ളവരെ അവരെ എല്ലാവരെയും വേദനിച്ച് പറഞ്ഞയച്ചാൽ നിനക്കും അത് നോവും. അതിന് വേണ്ടിയിട്ട് തന്നെയാടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് എന്നൊക്കെ മനസ്സിൽ വസുന്ധര ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. അങ്ങനെ ചന്ദ്ര പറയാണ്, മോളെ വേണ്ട, ഇവിടെ വെറുതെ ഒരു സംസാരം ഉണ്ടാക്കണ്ട. ഞങ്ങൾ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരികയുമില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോളുടെ നന്മയാണ് ഞങ്ങൾക്ക് ആവശ്യം. എൻ്റെ മോളുടെ സ്വസ്ഥതയും സമാധാനവുമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിക നിഖിലിനെയും കൂട്ടി പോവുകയാണ് കേട്ടോ. അത് കാണുന്ന സമയത്ത് ഗൗതമിനും നിധിക്കൊക്കെ ഒരുപാട് വിഷമം വരികയാണ്. അങ്ങനെ വസുന്ധര റൂമിൽ പോയ ശേഷം ഗൗതമും ഗോപിനാഥും പാറുമൊക്കെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ വസുന്ധരയെ ആ സമയത്ത് നോക്കുന്നത്. അങ്ങനെ വസുന്ധരയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. ചന്ദ്രികയും നിഖിലിനെയും ആട്ടിയിറക്കിയത് കൊണ്ട് തന്നെ അത് നിധിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ടാവും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് വസുന്ധരയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നീട് നിധി സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ പ്രിൻസിപ്പാളും അവിടെ കൂടിയുള്ള സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് നിധി ചോദിക്കുകയാണ്, എന്താണ് മേഡം, എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നത്തിലാണ് നിധി എന്ന് പറയട്ടോ. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഈ സ്കൂളിൽ ഇപ്പോൾ 5 കുട്ടികളെ CKC ചന്ദ്രബോസ് സാറാണ് ഡൊണേറ്റ് ചെയ്ത് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഡൊണേഷനും കാര്യങ്ങളൊക്കെ അയാൾ നിർത്തിവെച്ചു എന്ന് പറയട്ടോ. അപ്പം നിധി ചോദിക്കാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, പക്ഷേ അയാൾ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് കണ്ടീഷനാണ് എന്ന് ചോദിക്കാൻ കേട്ടോ. അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിധി നിൻ്റെ മുഖത്ത് നോക്കിയിട്ട്, എന്നാലും ഞങ്ങൾ പറയുകയാണ്, നിന്നെ ഈ ജോലിയിൽ നിന്നും ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചാൽ ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഡെപ്പോസിറ്റും കാര്യങ്ങളും വീണ്ടും CKC ചന്ദ്രബോസ് തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അത് നിന്നോട് പറയാനും വല്ലാത്തൊരു വിഷമവുമുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ നിധി പറയുകയാണ്, ഞാൻ കാരണം ഒരിക്കലും ആ കുട്ടികളുടെ പഠിപ്പ് മുടങ്ങാൻ പാടില്ല. കാരണം അവരുടെ രക്ഷിതാക്കൾക്ക് അവരെ അത്രമാത്രം അധികം പഠിപ്പിക്കാനുള്ള വരുമാനമോ ഒന്നും തന്നെ ഇല്ല. എനിക്കറിയാവുന്ന കുട്ടികളാണ് ആ 5 പിള്ളേരും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ഇവിടെ നിന്നും പഠിപ്പ് നിഷേധിക്കാൻ പാടില്ല. ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞോളാം എന്ന് പറയട്ടോ. CKC അല്ലേ ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പഠനത്തിനുള്ള പൈസയൊക്കെ ചെലവാക്കുന്നത്. അതിപ്പോൾ ഞാൻ കാരണം തന്നെ മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് ഗൗതമിനോട് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ പഠിപ്പിനുള്ള പൈസയെല്ലാം എൻ്റെ ഗൗതം തന്നെ ഈ സ്കൂളിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നതാണ് എന്ന് പറയട്ടോ. അപ്പോൾ പ്രിൻസിപ്പാൾ പറയണ അത് പറ്റില്ല. ഇപ്പോൾ CKC പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് തന്നെ ഇവിടെ മാനേജ്മെൻ്റൊക്കെ ആകെ പേടിയിലാണ്. അതുകൊണ്ട് ഇനി ഒരു ഡൊണേഷനും കാര്യങ്ങളും വാങ്ങരുത് എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എന്ന് പറയട്ടോ. അങ്ങനെ നിധി പറയുകയാണ്, എന്തായാലും ആ കുഞ്ഞുങ്ങളുടെ പഠനം ഞാൻ ഉറപ്പായും നടത്തിയിരിക്കും. അതിനൊരു വഴി തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് ആ 5 കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നിധി ചെല്ലുകയാണ്. എന്നിട്ട് ആ കുട്ടികളെ ആശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങളെ പഠിപ്പിക്കാനുള്ള എല്ലാ കാര്യവും ഈ ടീച്ചർ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ഒന്നിനും വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് ശിവാനിയുടെ ഫോണിലേക്ക് അമല് വിളിക്കുകയാണ്. എന്നിട്ട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയാണ് കേട്ടോ. നീ എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല ശിവാനി, അതുകൊണ്ട് നിന്റെ വീഡിയോസുകളെല്ലാം തന്നെ ഞാൻ വൈറലാക്കുക തന്നെ ചെയ്യും. അതിന് നീ നിൽക്കരുത്. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് 1 ലക്ഷം രൂപ കൊണ്ട് തന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, അമൽ നീ എന്നെ ഒന്ന് വിശ്വസിക്ക്, എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, നീ എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ 1 ലക്ഷം രൂപ സംഘടിപ്പിച്ച് തന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീഡിയോസ് ഉറപ്പായും വൈറലായിക്കൊണ്ടിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ശിവാനി ആകങ്ങ് പരിഭ്രമിക്കുകയാണ്. എന്താണ് ഒരു മാർഗം? ഇനിയിപ്പോൾ അമ്മയുടെ സ്വർണം ഒന്നും എടുക്കാൻ പാകമില്ല. കാരണം അച്ഛൻ അതെല്ലാം എടുത്ത് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ശിവാനി ആലോചിക്കുകയാണ്. അങ്ങനെ ശിവാനി ചന്ദ്രികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പാവത്തിൻ്റെ പോലെ ശിവാനി ചെന്നിട്ട് ചന്ദ്രികയോട് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ആൻറ്റിയോടും നിഖിലിനോടുമൊക്കെ മോശമായിട്ട് സംസാരിച്ചിട്ടും പെരുമാറിയിട്ടുമൊക്കെ ഉണ്ട്. അതെല്ലാം എൻ്റെ അറിവില്ലായ്മയാണെന്ന് കരുതി അമ്മായി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ ചന്ദ്രികയ്ക്ക് ഒരു ചെറിയ സംശയം വരുന്നുണ്ട്. എന്നിട്ട് എന്താ മോളെ, ഞങ്ങൾ അതൊന്നും മനസ്സിൽ സൂക്ഷിക്കാറില്ല, ഇനി എന്താ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ
പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് 50,000 രൂപ അത്യാവശ്യമായി കിട്ടണമായിരുന്നു എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ചന്ദ്രി പറയണേ, എൻ്റെ കയ്യിൽ എവിടുന്നാ മോളെ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് മോൾക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കാട്ടോ. എനിക്കറിയാം, ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ കയ്യിൽ നിന്നും വാങ്ങിത്തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയട്ടോ.